മൂന്നാം NDA ഗവൺമെൻറ് അധികാരമേറ്റതിന് ശേഷമുള്ള പല പോളിസികൾ പരിശോധിച്ചാൽ ഈ പോളിസികളെല്ലാം തന്നെ രണ്ടാം മോദി ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അഫോർഡബിൾ ഹൗസിംഗ് സ്കീമിന് ശേഷം PM കിസാൻ സ്കീമും ഗവൺമെൻറ് നിലനിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. PM കിസാൻ സ്കീമിൻ്റെ 17ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നാളെ മുതൽ വിതരണം ആരംഭിക്കുകയും ചെയ്യും. രാജ്യത്തെ 9.26 ലക്ഷം ഫാർമേഴ്സിന് 20,000 കോടി രൂപയുടെ ധനസഹായം അല്ലെങ്കിൽ 20,000 കോടി രൂപയുടെ ഫിനാൻഷ്യൽ ഹെൽപ്പാണ് PM കിസാൻ സ്കീം വഴി ഗവൺമെൻറ് നൽകുന്നത്. പ്രതിവർഷം ഓരോ കർഷകനും 6,000 രൂപ വെച്ചോ അല്ലെങ്കിൽ ഓരോ 4 മാസത്തിനിടയിൽ 2,000 രൂപയുടെ ഇൻസ്റ്റാൾമെൻറ്റ് വെച്ച് പ്രതിവർഷം 6,000 രൂപയാണ് ഡയറക്റ്റ് ഫാർമേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ചും അഗ്രികൾച്ചർ, ഫെർട്ടിലൈസർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ. രണ്ടാമത്തേത് യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള അപ്ഡേറ്റാണ്. ജൂലൈ അവസാനത്തോടുകൂടി യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്നാണ് പല വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിലും പറയുന്നത്. യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രി ചേംബേഴ്സ് പ്രീ ഡിസ്കഷൻ ജൂൺ 20-ാം തീയതി മുതൽ ആരംഭിക്കും. വരുന്ന 5 വർഷം കൊണ്ട് ഇന്ത്യയുടെ എക്കോണമി $5 ട്രില്യൺ ഉയർത്താനും 2047 ഇന്ത്യയെ ഡെവലപ്പ് രാജ്യമാക്കി മാറ്റാനുമുള്ള രീതിയിലുള്ള ഒരു ബഡ്ജറ്റായിരിക്കും വിഭാവനം ചെയ്യുക. RBIയുടെ കണക്കനുസരിച്ച് വരുന്ന ഫിനാൻഷ്യൽ ഇയറിലും 7.2% വളർച്ച മെയിൻറ്റെയിൻ ചെയ്യാനും റൂറൽ ഡിമാൻഡിനെ ഇംപ്രൂവ് ചെയ്യാനും ഇൻഫ്ലേഷനെ ഈസ് ചെയ്യാനും ഗവൺമെൻറ് ശ്രമിക്കുകയും ചെയ്യും. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും വരും ദിവസങ്ങളിലും ശ്രദ്ധിക്കാവുന്ന ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് വേദാന്ത കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.57% ഉയർന്ന് 446 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.6 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 15.52, ഡിവിഡൻഡ് ഈൽഡ് 11.19%, 52 വീക്ക് ഹൈ 506, 52 വീക്ക് ലോ 208, 446 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. വേദാന്തയ്ക്ക് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ നവൂമ ബൈ എന്ന റേറ്റിംഗും 20% അപ്സൈഡിൽ 644 രൂപയുടെ ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. മുമ്പ് വേദാന്തയ്ക്ക് 542 രൂപയുടെ ടാർഗറ്റാണ് നൽകിയത്. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം 100 രൂപ അപ്സൈഡിലുള്ള ടാർഗറ്റാണ് വേദാന്തയ്ക്ക് നൽകിയത്. 2025 വേദാന്തയുടെ ഡീമെർജർ പ്ലാൻ കംപ്ലീറ്റ് ആകാൻ സാധ്യതയുണ്ട്. വേദാന്ത എന്ന കമ്പനി അലൂമിനിയം, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, സ്റ്റീൽ ആൻഡ് ഫെറസ് മെറ്റീരിയൽ, ബേസ് മെറ്റീരിയൽ ബിസിനസ്, സിങ്ക് ആൻഡ് ഇൻക്യുബേറ്റഡ് ബിസിനസ് തുടങ്ങിയ 5 പ്യുവർ പ്ലേ കമ്പനിയായാണ് സ്പ്ലിറ്റ് ആകാൻ അല്ലെങ്കിൽ ഡീമർജ് ആകാൻ പോകുന്നത്. ഇവിടെ ഡീമർജിൻ്റെ പശ്ചാത്തലത്തിൽ 2024 മുതൽ 26 ഫിനാൻഷ്യൽ ഇയറിൽ 26% CAGR കൂടിയുള്ള വളർച്ച കമ്പനിക്ക് കൈവരിക്കാൻ സാധിക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി 8,500 കോടി രൂപയുടെ ഫണ്ട് കമ്പനി ഇക്വിറ്റി വഴി റൈസ് ചെയ്യാനും തീരുമാനിച്ചു. ഈ ന്യൂസുകളുടെ പശ്ചാത്തലത്തിലാണ് നവൂമ എന്ന ബ്രോക്കേജ് ഏജൻസി വേദാന്തയ്ക്ക് 644 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. മുമ്പ് 542 രൂപയുടെ ടാർഗറ്റായിരുന്നു നവൂമ വേദാന്തയ്ക്ക് നൽകിയത്. വേദാന്ത എന്ന സ്റ്റോക്കിന് 400, 425 തുടങ്ങിയ ലെവലുകളിൽ നിന്നും സ്ട്രോങ് സപ്പോർട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 475, അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 500. രണ്ടാമത്തെ അപ്ഡേറ്റ് അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അദാനി ഗ്രീൻ എനർജി 0.41% ഉയർന്ന് 1,805 ക്ലോസിംഗ് നൽകി. 2.86 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 291, 52 വീക്ക് ഹൈ 2,174, 52 വീക്ക് ലോ 815. അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനിയും അതുപോലെ തന്നെ അദാനിയും ഭൂട്ടാനിലേക്കും അവരുടെ ഗ്രീൻ എനർജി ഹൈഡ്രോ പ്രോജക്റ്റുകൾ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഭൂട്ടാനിൽ 570 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഹൈഡ്രോ പവർ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി അദാനി ഗ്രൂപ്പും ഭൂട്ടാൻ്റെ തന്നെ പവർ കോർപ്പറേഷനായ ഡ്രഗ് ഗ്രീൻ പവർ കോർപ്പറേഷനും മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ 47 ജിഗാവാട്ട് ശേഷിയുള്ള ഇൻസ്റ്റാൾഡ് ഹൈഡ്രോ പവർ കപ്പാസിറ്റിയെ 59 ജിഗാവാട്ടായി ഉയർത്തുക എന്നുള്ള ടാർഗറ്റും അദാനി ഗ്രൂപ്പിനുണ്ട്. അദാനി ഗ്രൂപ്പ് അവരുടെ ഗ്രീൻ എനർജി പ്രോജക്റ്റ് ശ്രീലങ്കയിലും ഭൂട്ടാനിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ്. അദാനി ഗ്രീൻ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 2,000 രൂപയുടെ റെസിസ്റ്റൻസും 1,700 രൂപയുടെ സപ്പോർട്ടുമാണുള്ളത്. സ്റ്റോക്ക് 1,806 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ സ്റ്റോക്കിൻ്റെ അപ്സൈഡ് റെസിസ്റ്റൻസ് 2,000, സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് 1,700. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.